ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല. നമ്മൾ മഞ്ഞളുടെ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം മഞ്ഞളുടെ സോപ്പ് എന്ന് പറയുമ്പോൾ മഞ്ഞൾ ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത്, മഞ്ഞളുടെ ഓയിലാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് സാൻഡലിൻ്റെ സ്മെല്ലും അതുപോലെ ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ, ഇത് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മോൾഡിലാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ മോൾഡാണ് ഓവൽ ഷേപ്പ് 100 ഗ്രാമിന്റെ മോൾഡാണ് ഇത്. നമ്മളെന്നും പിയേഴ്സിന്റെ മോൾഡിലല്ല ഉണ്ടാക്കാറ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു മോൾഡിലാണ് കേട്ടോ. 6 100 ഗ്രാമിന്റെ മോൾഡാണ് ഇത്. അപ്പോൾ ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ സോപ്പ് ബേസ് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യാനായിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതിനി ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇത് മെൽറ്റായി വന്നതിന് ശേഷം, ചൂടാക്കിയിട്ടല്ല, ഇത് മെൽറ്റായതിനു ശേഷം മാത്രം ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ സെറ്റാക്കി വെക്കുക. ഞങ്ങൾ പറയുന്ന പോലെ മോൾഡുകളും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതൊക്കെ മെൽറ്റായിട്ട് ഇനി ബാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സോപ്പ് ബേസൊക്കെ അടിപൊളിയായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? സൂപ്പറായിട്ട് ഇതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇത് 600 ഗ്രാം ബേസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മോൾഡിൽ 6 ഗ്രാം അല്ല 100 ഗ്രാമിൻ്റെ 6 സോപ്പാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 600 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 5 ml ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിനുശേഷം അതിലേക്ക് നമ്മൾ വൈറ്റമിൻ ഇയുടെ ഓയിൽ ഒരു 2 ഡ്രോപ്സോളം അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഇതിലത്തെ കഴിഞ്ഞുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കേണ്ടി വരാനായിട്ട്. 2 തുള്ളിയും കൂടി ഉണ്ട്. ഇതിന് നല്ല വിലയുള്ള കാരണം നമുക്കതങ്ങനെ കളയാൻ പറ്റില്ല. ഓക്കെ, ഒരു 2 ഡ്രോപ്സോളം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമ്മൾ മഞ്ഞളിൻ്റെ ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ ചേർത്തുണ്ടാക്കുമ്പോൾ നമുക്ക് വെറും 1 കിലോയിലേക്കൊക്കെ 2 ഗ്രാമോളം ചേർത്ത് കൊടുത്താൽ മതി ഓയിൽ. ഈ മഞ്ഞളിനും ഒരു സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മഞ്ഞളിൻ്റെ സ്മെല്ല് വാങ്ങിക്കാൻ കിട്ടും, ഫ്രാഗ്രൻസ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ല് ഇതിലേക്ക് കൊടുക്കാം. അപ്പോൾ കുഴപ്പമില്ല, ഇത് ലൈറ്റൊരു സ്മെല്ലുണ്ട് ഇതിന്. അപ്പോൾ ഞാൻ മഞ്ഞളുടെ സ്മെല്ലാണ്, എനിക്കത് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ സാൻഡലിൻ്റെ സ്മെല്ലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞളുടെ സ്മെല്ല് ചേർക്കേണ്ടവർക്ക് മഞ്ഞളുടെ സ്മെല്ല് ചേർക്കാൻ കുഴപ്പമില്ല. ഇതിനും ഒരു സ്മെല്ലുണ്ട് മഞ്ഞളുടെ ഓയിലിന്. അപ്പോൾ ഞാനതൊരു 2 ഗ്രാമോളം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഗ്രാം 1 കിലോയിലേക്ക് നമുക്ക് ഒരു 3 ഗ്രാം വേണ്ടു കേട്ടോ. അതായത് 2 ഗ്രാമാണ് ശരിക്ക്. നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അത് ഹോട്ട് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ 1 ഗ്രാമോളൊക്കെ ഇങ്ങനെ ഇതായി പോകും. അതുകൊണ്ട് നമ്മളൊരു 3 ഗ്രാം 4 ഗ്രാമോളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് വൈറ്റമിൻ ഇ, ഗ്ലിസറിൻ, ടെർമറിക്കിൻ്റെ ഓയിൽ ചേർത്ത് കൊടുത്ത് നമ്മൾ ഇതിലേക്ക് നമുക്ക് ഇനി കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രാഗ്രൻസ് നമുക്ക് മഞ്ഞളുടെ ആണെങ്കിൽ മഞ്ഞൾ ചേർക്കാം, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം, അങ്ങനെ കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച്. ഇതിനും ഈ ഓയിലുകൾക്കെല്ലാം സ്മെല്ലുണ്ട് ഓൾറെഡി എസെൻഷ്യൽ ഓയിലുകളാണ്, അതിനൊക്കെ ഒരു മണമുണ്ട്. അപ്പോൾ നമുക്ക് മഞ്ഞളിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാനത് താല്പര്യമില്ലാത്ത കാരണം ഞാനതിലേക്ക് സാൻഡലിൻ്റെ സ്മെല്ലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. ഇത് പുറത്തേക്ക് എടുത്തതിന് ശേഷം മാത്രം പെർഫ്യൂം ചേർക്കട്ടെ, അങ്ങനെ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ബ്രൗൺ കളറാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ലൈറ്റ് ബ്രൗൺ കളർ കൊടുക്കണുള്ളൂ, വലിയ കളർ കൊടുക്കണില്ല. 1 ഡ്രോപ്സും വെച്ച് വേണില്ലേ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന മഞ്ഞളാണ് നമ്മൾ ചേർത്ത്. അപ്പോൾ മഞ്ഞ കളർ കൊടുക്കാം, കുഴപ്പമില്ല. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, മഞ്ഞളിൻ്റെ സ്മെല്ല് കൊടുക്കാം, മഞ്ഞ കളർ കൊടുക്കാം, ഇതെല്ലാം ചെയ്യാം. ഇതൊക്കെ നമ്മുടെ താല്പര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സാൻഡലിൻ്റെ സ്മെല്ല് മാത്രം ചേർക്കാനുള്ളത്. ഏകദേശം കുറച്ചൊന്ന് ആവിയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കായിരിക്കും നല്ലത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ സ്മെല്ല് നമ്മൾ വിചാരിച്ചത്ര കിട്ടണമെന്നില്ല നമുക്ക് ഒഴിക്കുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സോപ്പ് ബേസോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തോട്ടെ, നമ്പർ കൊടുക്കാം. അപ്പോൾ അതിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ കൊറിയർ വഴി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റുകൾ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രാഗ്രൻസ് ചേർത്ത് നമ്മുടെ മുകളിലേക്ക് ഒഴിച്ച് വയ്ക്കാം കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ എല്ലാം സെറ്റാവും സോപ്പ്. നമ്മുടെ കളറൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് 1 കിലോ ബേസിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഞാൻ പറയുന്ന പോലെ തന്നെ 25 ml ആണ്. അതായത് നല്ല പെർഫ്യൂം, നല്ല സ്മെല്ല് വേണമെങ്കിൽ നമുക്ക് 25 ml ഒഴിക്കേണ്ടി വരും 1 കിലോയിലേക്ക്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എന്തോരം ബേസാണോ എടുക്കണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴി അല്ലെങ്കിൽ കോൾ ചെയ്തോ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അറിയുന്ന പോലെ നമ്മൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫ്രാഗ്രൻസ് ഒഴിക്കാൻ പോവാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കിലോയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ 25 മില്ലി ഫ്രാഗ്രൻസ് ചേർക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കൂടുതൽ ആളുകൾക്ക് മണമാണ് താല്പര്യം. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുക. എന്താ നമ്മുടെ മോൾഡ് ഞാൻ പറഞ്ഞല്ലോ 6 എണ്ണത്തിൻ്റെ ഓവൽ ഷേപ്പാണ്, 100 ഗ്രാമിൻ്റെ മോൾഡ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രാഗ്രൻസും എല്ലാ കാര്യങ്ങളും ചേർത്ത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുറത്തൊന്നും പോകാണ്ട് എല്ലാം ശ്രദ്ധിച്ചൊന്നും ഒഴിക്കുക എല്ലാവരും കേട്ടോ. ഓക്കെ, നൈറ്റിലാട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് ചെറിയ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ 6 സോപ്പ് നമുക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ടെർമറിക്കിൻ്റെ സോപ്പാണ്. നമുക്ക് മഞ്ഞൾ കളർ കൊടുക്കാൻ വേണമെങ്കിൽ അതുപോലെ ടെർമറിക്കിൻ്റെ സ്മെല്ലും കൊടുക്കാം. നമ്മൾ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പത പിന്നെ കളയുന്നെങ്കിൽ നമുക്കൊരു റബ്ബിങ് ആൽക്കഹോൾ കിട്ടും. അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ പതയും കാര്യങ്ങളൊക്കെ പോയി നല്ല ക്ലിയർ ആയിരിക്കും. നമ്മളത് ചെയ്യാറില്ല ഒറ്റ സോപ്പിലും, അതുകൊണ്ട് ഇതിലും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ വാങ്ങിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോൾഡിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ അടിപൊളി എന്താ പറയുക, സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സോപ്പാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാനപ്പോൾ മോൾഡിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടാള് ടെർമറിക്കിൻ്റെ സോപ്പാണ് കേട്ടോ. യെല്ലോ കളർ കൊടുക്കാം, ഞാൻ നല്ല പറഞ്ഞു. അതുപോലെ മഞ്ഞളുടെ കളർ സ്മെല്ലും കൊടുക്കാം. നമ്മൾ കൊടുത്തിട്ടുള്ളത് ടെർമറിക്കിൽ നമ്മൾ ഒരു ബ്രൗൺ കളറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സാൻഡലിൻ്റെ സ്മെല്ലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് എടുക്കട്ടെ, അവർ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ ഞാൻ മുകളിൽ നിർത്ത് അടിപൊളിയാക്കി സെറ്റാക്കി ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിന് പാക്ക് ചെയ്ത് വയ്ക്കണം. നമുക്കിന്ന് കുറച്ച് ഓർഡറുകളുണ്ട്, ഒരു 10-25 സോപ്പിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ 2 സ്റ്റെപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പ്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ എന്താ പറയുക, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.